ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇനിയിപ്പില്ലേ വെള്ളാപ്പത്തിൻ്റെ മാവ് അരച്ച് വെക്കുമെന്ന് വേണ്ട കേട്ടോ. കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ക്യൂക്ക് റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്കില്ലേ വറുത്ത പച്ചരിപ്പൊടിയില്ലേ, നമ്മുടെ നെയ്സ് പത്തിരിക്കെല്ലാം ഉപയോഗിക്കുന്ന പച്ചരിപ്പൊടിയില്ലേ, അത് മാത്രം മതി കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മാവ് അരച്ച് പൊന്താനൊന്നും വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. രാവിലെ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയില്ലേ അതാട്ടോ ഇട്ടെടുത്തത്. അല്ലാത്ത അരിപ്പൊടി ഒന്നും എടുക്കരുത് കേട്ടോ. നമ്മൾ സാധാ പുഴുങ്ങലരി കൂട്ടിയിട്ട് പൊടിച്ച അതുണ്ടാവില്ലേ, അതൊന്നും എടുക്കരുത് കേട്ടോ, ഈ അരിപ്പൊടിയൊന്നും. ഇനിയിപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് നിറച്ച് തേങ്ങയും 1/2 കപ്പ് ചോറ് കൂടി പോവരുത്, അപ്പം വല്ലാണ്ട് സോഫ്റ്റ് ആയി പോകും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പാണ് ആദ്യം ഒഴിക്കുന്നത്. അതും ഇളം ചൂടുള്ള വെള്ളം എടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നോ അതന്നെ ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് ആദ്യം എടുത്തിട്ട് അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം പോരാ. അപ്പോൾ ഇതാ ഞാൻ ആ കപ്പിലത്തെ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം എത്രത്തോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ അടിച്ചെടുക്കാൻ ആവശ്യമായിട്ട് വന്നത് 1.25 കപ്പ് വെള്ളം കേട്ടോ. 1 കപ്പ് 1/4 കൂടി ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ചില അരിപ്പൊടിയിൽ ചെറിയ വ്യത്യാസം കേട്ടോ വരും. വെള്ളം കൂടി പോവരുത്. ഇതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആയിരിക്കണം കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ മിക്സി കലക്കിയിട്ട് മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്നും കൂടി കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ വേണ്ടത്. വല്ലാണ്ട് അങ്ങ് കട്ടി കൂടി പോകാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടി കുറയാനും പാടില്ല കേട്ടോ. ഈ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. കണ്ടോ, ഭയങ്കര കട്ടിയുമല്ല എന്നാൽ ഭയങ്കര ലൂസും അല്ല. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. വല്ലാണ്ട് ഇത് എന്താ പറയുക, നമ്മളെ ദോശമാവിനെ പോലെ പൊന്തി മറിയും അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊന്തി വരിക കേട്ടോ ഉള്ളൂ. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഇതാ മാവ് ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് വെള്ളാപ്പ ചട്ടിയില്ല, അത് ചൂടാക്കിയിട്ട് ചുട്ടെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആദ്യം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ, വല്ലാണ്ട് സമയമൊന്നുമില്ല. ജസ്റ്റ് പച്ചരിപ്പൊടി മാത്രം മതി കേട്ടോ. നമ്മളെ വീട്ടിൽ ഇനിയിപ്പോൾ രാവിലെ രാത്രിയൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി അരക്കേ പൊതിർത്തേ ഒന്നും ആവശ്യമില്ല കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റിലത്തെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ബാക്കിയും കൂടി ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം 1 കപ്പിന് ഒരു 10 വെള്ളാപ്പട്ടോ നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്